കുട്ടന് മരുന്ന് കൊടുക്കണ്ടെന്ന് പറയുന്നത്? അതെ, എനിക്ക് നിന്നെ വിശ്വാസമില്ലാത്തോണ്ട്. മുത്തശ്ശി, എനിക്ക് നിന്നെ വിശ്വാസമില്ല. നീയേ ഇവന് കൊടുക്കുന്നത് ശരിക്കുള്ള മരുന്നാണോ എന്ന് എനിക്കെങ്ങനെ അറിയാം? ഇവനെ നിന്റെ അച്ഛന്റെ കൊലപാതകയാണെന്നല്ലേ നിന്റെ അമ്മയുടെ വാദം. ആ സ്ഥിതിക്ക് നിന്റെ അച്ഛന്റെ മരണത്തിന്റെ പേരിൽ നീ സിദ്ധുവിനോട് പകരം വീട്ടില്ലാന്ന് ഞാൻ എങ്ങനെ അറിയും? സിദ്ധുവിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളൊക്കെ തട്ടിപ്പ് മരുന്നുകളാണെന്ന് പറഞ്ഞ് എടുത്തു കളഞ്ഞിട്ട് ഇപ്പൊ സ്വാമി അച്ഛൻ അയച്ചു തന്ന മരുന്നുകളല്ലേ നീ കുട്ടന് കൊടുക്കുന്നത്? അത് കുട്ടന്റെ അസുഖം മാറാനുള്ള മരുന്നാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. മുത്തശ്ശിക്ക് സംശയം ഉണ്ടെങ്കിൽ സ്വാമി അച്ഛനെ വിളിച്ച് ചോദിച്ചാ മതിയല്ലോ. എനിക്കേ ആരെയും വിളിച്ച് ചോദിക്കണ്ട. നീയേ ഈ മരുന്ന് സിദ്ധുവിന് കൊടുക്കണ്ട, അത്രേ ഉള്ളൂ. അമ്മേ, എന്തിനമ്മ ഈ അനാവശ്യ തർക്കം? ഒന്ന് നിർത്ത്. സ്വർണത്തിന് സ്വർണ്ണമാണെന്ന് തിരിച്ചറിയാൻ പ്രത്യേക പരീക്ഷണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. സ്വർണത്തിന്റെ ഗുണങ്ങൾ കാണുമ്പോ തന്നെ ആർക്കും അത് തിരിച്ചറിയാൻ സാധിക്കും. ഈ നിൽക്കുന്ന ദേവികയെ അമ്മ സംശയിക്കുകയോ അവിശ്വസിക്കുകയോ ഒന്നും വേണ്ട. ദേവിക തനി തങ്കോ. ദേവികയുടെ ഉദ്ദേശം സത്യസന്ധമാണ്. ദേവിക എടുക്കുന്ന തീരുമാനങ്ങളും ബുദ്ധിപൂർവ്വമുള്ളതാ. അതുകൊണ്ട് ദേവികയെ അവിശ്വസിച്ച് സംസാരിക്കാനുള്ള അർഹത ഈ വീട്ടിൽ ആർക്കുമില്ല. ദേവിക സ്വന്തം അമ്മയെ എതിർത്തുകൊണ്ടാ ഇവിടെ നിന്ന് സിദ്ധുവിനെ ശുശ്രൂഷിക്കുന്നെ. അത് നമ്മൾ തിരിച്ചറിയണം. ഒരമ്മയായ എനിക്കുള്ളതിനേക്കാൾ വാശിയാ സിദ്ധുവിന്റെ അസുഖം ഭേദമാക്കാനായി ദേവിക കാണിക്കുന്നേ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ദേവികയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ മകന്റെ ജീവൻ ദേവികയുടെ കയ്യിൽ ഭദ്രമാണെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട്. അമ്മ വെറുതെ അവളെ തടസ്സപ്പെടുത്തണ്ട. നിന്റെ ഈ വാക്കുകൾ നിനക്ക് മാറ്റി പറയാനുള്ള അവസ്ഥ വരരുത്. അത് നീ നല്ല പോലെ ഓർത്തോ. ഇതൊന്നും കേട്ടിട്ട് മോള് തളരരുത്. നീ നിന്റെ കർത്തവ്യം തുടർന്നോളൂ. നീ ഈ വീട്ടിലെ അമൂല്യമായ ഒരു സ്വത്താ. അമ്മ പറഞ്ഞതാണ് ശരി. സിദ്ധുവിന് ഇനി എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം ദേവിക്ക് തന്നെ. ഇത് അവൾ സ്വയം ഏറ്റെടുത്തതല്ലേ, അനുഭവിക്കട്ടെ. സിദ്ധുവിന് ആപത്തൊന്നും സംഭവിക്കാതിരുന്നാൽ അവൾ രക്ഷപ്പെട്ടു. പക്ഷേ അവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ആരുവിടും? ദേവിക. സിദ്ധുവിന് മാത്രമല്ല, ഇനി ഈ വീട്ടിലോ ഓഫീസിലോ സ്കൂളിലോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും ദേവിയേക്കായിരിക്കും. ഓ, അവളാണല്ലോ ഇപ്പൊ പൊന്നാരം തോട്ടത്തെ സാമ്രാജ്യത്തിന്റെ അധിപതി, കിരീടം വെക്കാതെ വാഴുന്ന മഹാറാണി. അവളെല്ലാം കൈകാര്യം ചെയ്യട്ടെ. ഭരിച്ചവൾ മുന്നോട്ട് നീങ്ങട്ടെ. സിദ്ധുവിനെ പരിചരിക്കണം. സാമ്പത്തിക കാര്യങ്ങൾ പ്രത്യേകം കൈകാര്യം ചെയ്യണം. വീടിന്റെ ചുമതല നിർവഹിക്കണം. ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ അവൾക്കുള്ളത്. ഹരിയേട്ടാ, ഈ ഉത്തരവാദിത്തം മുഴുവൻ അവളുടെ കയ്യിലായ സ്ഥിതിക്ക് അവൾക്ക് പണിയൊടുക്കാൻ പറ്റിയ അവസരം ഇത് തന്നെയല്ലേ? ആണ്. നമുക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണിത്. പക്ഷേ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഇപ്പൊ പെട്ടെന്നൊരു നീക്കം നടത്തിയാൽ അവൾ വിജിലന്റ് ആവും. അവക്കെതിരെ ആരോ കളിക്കുന്നുണ്ടെന്നൊരു സംശയം അവൾക്ക് തോന്നിയാൽ അവൾ അതിന്റെ പിന്നാലെ അന്വേഷിക്കാൻ തുടങ്ങും. അങ്ങനെ അവൾ അന്വേഷിച്ചിറങ്ങിയാൽ അത് ചിലപ്പോൾ നമുക്ക് ദോഷവും. അതുകൊണ്ട് ഇനിയുള്ള നമ്മുടെ മൂവ്മെന്റ് ഏറെ ശ്രദ്ധിച്ചു വേണം. അപ്പൊ കുറച്ചു നാളത്തേക്ക് നമ്മൾ അവൾക്കെതിരെ അനങ്ങാതിരിക്കണമെന്നാ ഹരിയേട്ടൻ പറയുന്നത്? ഏയ്, ഒരിക്കലുമല്ല. പിന്നെ ചിലതൊക്കെ ഞാൻ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താ? മഞ്ജു, ഞാനിപ്പോ ചീട്ട് കളിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അത് നല്ല കാര്യം തന്നെയാ. ഇനി ഒരിക്കലും ആ വഴിക്ക് പോവുകയും ചെയ്യരുത്. പക്ഷേ
പണത്തിന് പണം തന്നെ വേണ്ടേ അനീഷേട്ടാ? അനീഷേട്ടൻ തന്ന കാശൊക്കെ തീർന്നു. ഇനി അതിലൊരു 100-200 രൂപയുണ്ടാവൂ. അതുകൊണ്ട് ഈ വീട്ടിലെ ചിലവൊക്കെ നടക്കൂ. മാസം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ മാസത്തെ കാര്യങ്ങൾക്കേ പണമില്ല. അപ്പൊ ഇനി അങ്ങോട്ടോ? അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്, ഇനി എന്ത് ചെയ്യുന്നു? ഒരു ഐഡിയ ഇല്ല. അങ്ങനെ പറഞ്ഞാ ഒക്കോ? ദേവിക ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ ചെലവുകളൊക്കെ അവള് നോക്കൂന്ന് പറയായിരുന്നു. ഇതിപ്പോ അവൾക്ക് വേറൊരു ജീവിതമായില്ലേ. ഇനി പഴയതുപോലെ പൈസ മുഴുവൻ നമുക്ക് വേണ്ടി ചെലവാക്കാൻ അവക്ക് സാധിക്കൂ? ശ്രീകലാന്റി ഗൾഫിലായിരുന്നെങ്കിൽ ആന്റിയും പണം അയച്ചു തന്നേനെ. ഇതിപ്പോ അതും പോയി. ആ വരുമാനം നിലച്ചു. അനീഷേട്ടാ, ഇങ്ങനെ ഇരുന്നാ പറ്റില്ല. ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ ഇവിടെ എല്ലാവരും പട്ടിണി എടുക്കേണ്ടി വരും. നോക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി കാണാം. പെട്ടെന്നൊരു ജോലി കിട്ടുമെന്ന് എന്താ ഉറപ്പ്? നീ ഇങ്ങനെ മനസ്സ് മടുപ്പിക്കല്ലേ. അനീഷേട്ടനെ നിരാശപ്പെടുത്താൻ പറഞ്ഞൊന്നും അല്ല. ഞാൻ പറഞ്ഞത് വാസ്തവല്ലേ? അഞ്ചിത വഴി പൊന്നാരം തോട്ടത്തുകാരോട് അനീഷേട്ടന് വേണ്ടി ഒരു ജോലി ചോദിച്ചാലോ? ഏയ്, അതൊന്നും വേണ്ട. അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? അവള് കാരണമല്ലേ നമ്മുടെ കുടുംബം ഈ അവസ്ഥയിലായത്. അപ്പൊ അവൾക്കും ഇതിലൊരു ഉത്തരവാദിത്വം ഉണ്ടാവുമല്ലോ. അനീഷേട്ടന്റെ ജോലിക്ക് വേണ്ടി അവളും പരിശ്രമിക്കട്ടെ. ദേ, വലിയ അഭിമാനം നോക്കിയിരുന്ന വായു ഭക്ഷിച്ച് കഴിയേണ്ടി വരും. ചിലപ്പോ എല്ലാവർക്കും കൂടി കൂട്ട ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും.